ട്രേഡിങ്ങിനെ കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞു നോക്കാം. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. 2 വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് കരുതും. ഒരു ഗ്രൂപ്പിൽ ഒരു ഫ്രീ കമ്മ്യൂണിറ്റിയാണ്, 2 ഫ്രീ ആയിക്കോട്ടെ, ഇനി ഒന്നും പേയ്മെന്റ് വേണ്ട, 2 ഫ്രീ ആയിക്കോട്ടെ. ഒന്നില് ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ അതൊരു മിക്സഡ് ഓഡിയൻസ് ആണ്. ബിഗിനേഴ്സ് ഉണ്ട്, അത്യാവശ്യം ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്, നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ അതിനകത്ത് കാണത്തില്ല. ലെറ്റ്സ് അസ്യൂം ഉണ്ടെന്നങ്ങ് വിചാരിക്കാം. അപ്പോൾ എല്ലാ രീതിയിലുള്ള ആളുകളും ഉള്ള ഒരു ഗ്രൂപ്പ് ഒരു 10, 600, 700 അല്ലെങ്കിൽ 1000 പേരുണ്ടെന്ന് കരുതിക്കും. രണ്ടാമത്തെ സ്ഥാനത്ത് ഒരു 10 പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ അത് ഈവൻ ദോ ഫ്രീ ആണെങ്കിൽ പോലും അത് സെലക്റ്റീവ് ആണ്. അപ്പൊ ഈ 10 പേരുള്ള ഗ്രൂപ്പ് ഏറ്റവും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളാണ്. നല്ല രീതിയിൽ ഇൻ ദ സെൻസ് അവർ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്, കൺസിസ്റ്റൻസി ഉള്ള ട്രേഡേഴ്സ് ആണ്. അപ്പൊ ഈ 2 ഗ്രൂപ്പുകളിൽ ഏതിൽ കയറാനായിരിക്കും നിങ്ങൾ പേഴ്സണലി ആഗ്രഹിക്കുന്നത്? ഞാനിത് ചോദിച്ച സ്ഥിതിക്ക് മനസ്സിൽ വരുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പിൽ കയറണം എന്നായിരിക്കും ആഗ്രഹം. പക്ഷേ നിങ്ങൾക്ക് രണ്ടാമത്തെ ഗ്രൂപ്പിൽ കയറാൻ പറ്റുമോ? റിയലിസ്റ്റിക്കലി ആലോചിച്ച് നോക്കിയാൽ അത് കുറച്ച് പാടാണ്. കാരണം ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് എത്തണം, അല്ലെങ്കിൽ ആ ഒരു ലെവലിലോട്ട് എത്തണമെങ്കിൽ യു ഹാവ് ടു ബി ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അത്രയും ഒരു റിസോഴ്സ് കാര്യങ്ങൾ വേണം. ഫസ്റ്റ് ഓഫ് ഓൾ അത്രയും ഒരു കോണ്ടാക്ട്സ് കാര്യങ്ങൾ വേണം. ഫസ്റ്റ് ഓഫ് ഓൾ അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു ബി ഗുഡ് വിത്ത് വാട്ട് യു ആർ ഡൂയിങ്. അല്ലെ, നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ അടിപൊളിയാണെങ്കിൽ നമ്മൾ ആ ലെവലിലെത്തും. പക്ഷെ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഗ്രൂപ്പിൽ കയറാൻ ഒന്നും ചെയ്യണ്ട, ചുമ്മാ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അതിനകത്ത് കയറാം. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രേഡിങ്ങിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയും പോയി പഠിക്കുകയോ അല്ലെങ്കിൽ ഫീസ് തന്ന് ഇവിടെ വരികയോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം